എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് വെക്ടർ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ശരിക്കും വെക്ടർ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററായിട്ട് നിങ്ങൾ പഠിക്കരുത്. വെക്ടർ എന്ന് പറയുന്നതും നമുക്ക് എൻട്രൻസിനൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ബേസിക്, എൻട്രൻസിനൊന്നും മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ ഫിസിക്സ് പഠിക്കുന്ന ഒരാൾ നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടുന്ന സാധനം തന്നെയാണ് വെക്ടർ എന്ന് പറയുന്നത്. ബേസിക്സ് ആണ്. നമ്മൾ തിയറിക്ക് പഠിക്കുന്ന രീതിയിലല്ല, എൻട്രൻസ് നമ്മൾ വേറെ രീതി നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള അത്യാവശ്യം വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് വെക്ടേഴ്സ് ആൻഡ് സ്കലാർ. നമുക്കറിയാം വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വെക്ടർ ആൻഡ് സ്കലാർ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയും? സ്കലാർ ക്വാണ്ടിറ്റി മീൻസ് എ ക്വാണ്ടിറ്റി ഹാവിംഗ് മാഗ്നിറ്റ്യൂഡ് അലോൺ. എന്നാൽ വെക്ടർ എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹാവിംഗ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. പക്ഷെ നമ്മൾ ആദ്യമേ ഒരു കാര്യം മനസ്സിലാക്കുക, മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടെന്ന് കരുതി എല്ലാവരും വെക്ടർ ആകണമെന്നില്ല. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടെങ്കിലും സ്കലാർ ക്വാണ്ടിറ്റികളാകുന്നവരുണ്ട്. അപ്പോൾ വെക്ടർ എന്ന് വെച്ചാൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ളത് വെക്ടർ എന്നല്ല. വെക്ടർ ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടായിരിക്കണം, ഡയറക്ഷൻ ഉണ്ടായിരിക്കണം വെക്ടറിന്. എന്ന് കരുതി ഡയറക്ഷനുള്ള എല്ലാവരും വെക്ടർ അല്ല. കാരണം നമ്മൾ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന സാധനം നമ്മൾ എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ 5 ആംപിയർ ഡയറക്ഷൻ കൂടെ വരച്ചു വയ്ക്കും. അപ്പൊ ഇലക്ട്രിക് കറണ്ടിന് മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡയറക്ഷൻ ഉണ്ട്. പക്ഷെ ഇലക്ട്രിക് കറണ്ട് സ്കലാർ ക്വാണ്ടിറ്റിയാണ്. പ്രഷറിന് മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡയറക്ഷൻ ഉണ്ട്, പക്ഷെ പ്രഷർ സ്കലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പൊ അതുകൊണ്ട് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനുള്ള എല്ലാവരെയും നമുക്ക് വെക്ടർ എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ കണ്ടീഷൻ എന്താണ്? വെക്ടർ ആണെങ്കിൽ അവനും ഡയറക്ഷൻ ഉണ്ടാകണം. അപ്പൊ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹാവിംഗ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഈസ് കാൾഡ് വെക്ടർ ക്വാണ്ടിറ്റി എന്ന് ജനറലി നമുക്ക് പറയാം. ഇഫ് എ ഫിസിക്കൽ ഹാവിംഗ് മാഗ്നിറ്റ്യൂഡ് അലോൺ, ദാറ്റ് ഈസ് കാൾഡ് സ്കലാർ ക്വാണ്ടിറ്റി. A vector quantity is normally represented by a letter with an arrowhead. അല്ലെങ്കിൽ സാധാരണ പ്രിന്റഡ് മീഡിയയിലൊക്കെ നമുക്ക് ബോൾഡ് ലെറ്റർ ആയിട്ട് കാണിച്ചാൽ അതും വെക്ടർ ആണ്. ഇതിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ടാകും, ഡയറക്ഷൻ ഉണ്ടാകണം. അപ്പൊ നമ്മൾ പറയുന്നത് ഒരു ബോഡിയിൽ ഞാൻ ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് വെച്ചു, ഫോഴ്സ് F1 ഈസ് ഈക്വൽ ടു 10 ന്യൂട്ടൺ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു വാട്ട് ഈസ് എ ഫോഴ്സ് F1 എന്ന് ചോദിച്ചാൽ നിങ്ങളോട് എന്ത് പറയുന്നത്? ദാറ്റ് ഈസ് 10 ന്യൂട്ടൺ. 10 ന്യൂട്ടൺ വെച്ചാൽ തെറ്റാണ്, കാരണം അത് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് പറയണം? ആക്ച്വലി 10 ന്യൂട്ടൺ വിച്ച് ഈസ് ഡയറക്റ്റഡ് ടുവേഴ്സ് റൈറ്റ് എന്ന് പറയണം. അപ്പൊ ഈ 10 ന്യൂട്ടൺ വിച്ച് ഈസ് ഡയറക്റ്റഡ് ടുവേഴ്സ് റൈറ്റ്, ഇവിടെ ഞാനൊരു ഫോഴ്സ് ഇങ്ങോട്ടേക്ക് ഞാൻ F2 ഈസ് ഈക്വൽ ടു 3 ന്യൂട്ടൺ എന്ന് എഴുതി വയ്ക്കുകയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നു വാട്ട് ഈസ് F2 എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പറയണം? ദ ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ ബോഡി F2 ഈസ് ഈക്വൽ ടു 3 ന്യൂട്ടൺ വിച്ച് ഈസ് ഡയറക്റ്റഡ് ടുവേഴ്സ് ലെഫ്റ്റ്. ഇത് നമ്മൾ ഈ എപ്പോഴും ടുവേഴ്സ് റൈറ്റ് ലെഫ്റ്റ് ഒഴിവാക്കാൻ നമ്മൾ സാധാരണ എന്ത് പറയും? റൈറ്റിലേക്കുള്ള ഫോഴ്സിനെ പോസിറ്റീവായിട്ടും ലെഫ്റ്റിലേക്കുള്ളതിന് നെഗറ്റീവായിട്ടും എടുക്കാൻ പറയും. ഇവിടെ ആ പോസിറ്റീവും നെഗറ്റീവുമാണ് ഡയറക്ഷൻ. 3ഉം 10ഉം എന്ന് പറയുന്നതാണ് മാഗ്നിറ്റ്യൂഡ്. അപ്പൊ നമുക്കിവിടെ പറയാം ഫോഴ്സ് F1 ഈസ് ഈക്വൽ ടു പ്ലസ് 10 ന്യൂട്ടൺ ആൻഡ് ഫോഴ്സ് F2 ഈസ് ഈക്വൽ ടു മൈനസ് 3 ന്യൂട്ടൺ. മാഗ്നിറ്റ്യൂഡ്, ഡയറക്ഷൻ. ഇതിന്റെ മോഡുലസ് എടുത്താൽ, ഈ വെക്ടറിന്റെ മോഡുലസ് എടുത്താൽ 10 ന്യൂട്ടൺ. മോഡുലസ് ഓഫ് F2 ഈസ് ഈക്വൽ എടുത്തു കഴിഞ്ഞാൽ 3 ന്യൂട്ടൺ. അതിന്റെ അർത്ഥം എന്താ? മോഡുലസ് ഓഫ് എ വെക്ടർ ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് അലോൺ. ഒരു വെക്ടറിന്റെ മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ അത് മാഗ്നിറ്റ്യൂഡ് മാത്രമാവും, ദാറ്റ് ഈസ് സ്കലാർ ക്വാണ്ടിറ്റി. ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ സ്കലാറാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എഴുതുന്നു, എ വെക്ടർ ക്വാണ്ടിറ്റി F ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ഇതാണ് നമ്മൾ ഡയറക്ഷൻ, അത് വിശദമായിട്ട് പിന്നീട് പറയാം. അപ്പൊ ദിസ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ്, F ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് F ക്യാപ് ഈസ് ദ ഡയറക്ഷൻ. അപ്പോൾ ഇതിന്റെ മോഡുലസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ആ വെക്ടർ ക്വാണ്ടിറ്റിയുടെ നമ്മൾ മോഡുലസ് എടുക്കുകയാണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് മാത്രമാകും, ഡയറക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയ സാധനം വരും, ദാറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ദാറ്റ് വെക്ടർ ഈസ് ഈക്വൽ ടു ഡയറക്ഷൻ, ഓർ ഇറ്റ് ഈസ് കാൾഡ് യൂണിറ്റ് വെക്ടർ. ഡയറക്ഷൻ കാണിക്കാൻ ഉപയോഗിക്കുന്ന വെക്ടറിന് നമ്മൾ പറയുന്ന പേരാണ് യൂണിറ്റ്. വാട്ട് ഈസ് എ യൂണിറ്റ് വെക്ടർ? എ വെക്ടർ ഹൂസ് മാഗ്നിറ്റ്യൂഡ് ഈസ് യൂണിറ്റി. ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് യൂണിറ്റി ആണെന്നുണ്ടെങ്കിൽ ആ വെക്ടറിന് നമ്മൾ പറയുന്ന പേരാണ് യൂണിറ്റ് വെക്ടർ. അപ്പൊ ഇതൊക്കെ നമ്മളെ സംബന്ധിച്ച് പ്രോബ്ലം ചെയ്യാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതൊക്കെ നമുക്ക് വരുന്ന വഴിയിൽ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഞാനത് പറയാം എന്താണ് ഇതിന്റെയൊക്കെ. അപ്പൊ a vector quantity means there is a magnitude and direction. Modulus of that vector is equal to magnitude. Therefore, a vector quantity divided by modulus of that vector is equal to unit vector. ഇതിന്റെയൊക്കെ ഇമ്പോർട്ടൻസ് പിന്നീട് നമുക്ക് പഠിക്കാം. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, ഇത്രയും മാത്രം അറിയാം. ഇനി നമ്മൾ പറയുന്നത് a vector quantity is generally represented by a letter with an arrowhead. Graphically, a vector quantity is represented by a straight line with an arrowhead. അപ്പൊ ഇതൊരു വെക്ടറാണ്, ഇതൊരു വെക്ടറുമാണ്. ദാറ്റ് ഈസ് ഞാൻ 2 വെക്ടർ വരച്ചു, A and B. Here length of the line represents a magnitude and arrowhead represents a direction.
ആരോ ഹെഡ് ഇപ്പൊ പറയാം എ എന്ന് പറയുന്ന വെക്ടർ റൈറ്റിലേക്കും ബി എന്ന് പറയുന്ന വെക്ടർ അങ്ങോട്ടേക്കാണ്, ഡയറക്ഷൻ മനസ്സിലായി. പക്ഷെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കും സാർ? ഈ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഇതും വരച്ചു വെച്ചിട്ട് ഞാൻ ഇവിടെ ഒരു സ്കെയിൽ എഴുതി വെച്ചിരിക്കുകയാണ്. 21 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു 20 ന്യൂട്ടൺ എന്ന് ഞാൻ ഇവിടെ ഒരു സ്കെയിലും എഴുതി വെച്ചു എന്ന് കരുതുക. നിങ്ങൾ വന്ന് ഇത് ഇത്രയും കൂടെ നോക്കിയിട്ട് എന്ത് ചെയ്യണം? ഇതിന്റെ ലെങ്ത് എത്രയാണെന്ന് മെഷർ ചെയ്യണം. ദാറ്റ് ഈസ് 1 2 3 4. ഉടനെ നിങ്ങളുടെ സാർ എ ഈസ് ഈക്വൽ ടു 80 ന്യൂട്ടൺ ആണ്, കാരണം 4 സെന്റിമീറ്റർ ഉണ്ട്. ഇവിടെ നോക്കിയപ്പോൾ 2 സെന്റിമീറ്റർ, therefore നിങ്ങൾ പറയും സാർ ബി ഈസ് ഈക്വൽ ടു 40 ന്യൂട്ടൺ. അപ്പൊ ലെങ്ത് കൂടുന്തോറും മാഗ്നിറ്റ്യൂഡ് കൂടും. അപ്പൊ ലെങ്ത് ഓഫ് ദ ലൈൻ റെപ്രസെന്റ്സ് എ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ആരോ ഹെഡ് റെപ്രസെന്റ്സ് എ ഡയറക്ഷൻ. ഇത് നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് അല്ല, നമ്മുടെ +1 പഠിക്കുമ്പോഴത്തേക്ക് അവരെ സംബന്ധിച്ച് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. തൽക്കാലം ഞാൻ ഇങ്ങനെ അങ്ങ് വിടുന്നു. നമ്മളുടെ ശരിക്കുമുള്ള എയിം, നമുക്കിവിടെയുള്ള എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡിഷൻ, സബ്ട്രാക്ഷൻ, ക്രോസ് പ്രോഡക്റ്റ്, ഡോട്ട് പ്രോഡക്റ്റ്, റെസൊല്യൂഷൻ, ഇത്രയും കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. എന്നാലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മളിപ്പോൾ വെക്ടറായി, വെക്ടറിന്റെ പിന്നെ തിയററ്റിക്കലി വെക്ടർ ഈസ് റെപ്രസെന്റഡ് ബൈ എ ലെറ്റർ വിത്ത് ആൻ ആരോ ഹെഡ് ആൻഡ് ഗ്രാഫിക്കലി ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ എ സ്ട്രൈറ്റ് ലൈൻ വിത്ത് ആൻ ആരോ ഹെഡ്. ഹിയർ ദ ലെങ്ത് ഓഫ് ദ ലൈൻ റെപ്രസെന്റ്സ് എ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ആരോ ഹെഡ് റെപ്രസെന്റ്സ് എ ഡയറക്ഷൻ. ഇനി നമ്മൾ പറയുന്നത് വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വെക്ടർ. കുറെ ടൈപ്പ് വെക്ടർ ഉണ്ട്. ലൈക്ക് വെക്ടർ, അൺലൈക്ക് വെക്ടർ, ഡബിൾ വെക്ടർ, ട്രിപ്പിൾ വെക്ടർ, ഈക്വൽ വെക്ടർ, അൺഈക്വൽ വെക്ടർ. അതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. അതല്ല നമുക്ക് വേണ്ടത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അറിയേണ്ട പല ടൈപ്പ് വെക്ടർ. ഒന്ന് പോളാർ വെക്ടർ. എന്താണ് പോളാർ വെക്ടർ? അപ്പോൾ അടുത്ത വരും എന്താണ് നോൺ പോളാർ വെക്ടർ. ബാക്കി ചെറിയ കൊച്ചു കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ നമുക്കുള്ളത് റേഡിയൽ വെക്ടർ. അത് കഴിഞ്ഞാൽ ആക്സിയൽ വെക്ടർ. പിന്നെ കോപ്ലനാർ വെക്ടർ. അത് കഴിഞ്ഞാൽ നോൺ കോപ്ലനാർ വെക്ടർ. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കേട്ട് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളത് യൂണിറ്റ് വെക്ടർ. അത് കഴിഞ്ഞാൽ സീറോ വെക്ടർ. അത് കഴിഞ്ഞാൽ സ്യൂഡോ വെക്ടർ. ഇതൊക്കെ എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടും, മനസ്സിലാക്കി വെക്കുക. നമ്മൾ വെക്ടർ പഠിക്കുമ്പോഴത്തേക്ക് ആ ടൈപ്പ് വെക്ടേഴ്സിലേക്ക് ഒന്ന് അറിഞ്ഞില്ലെങ്കിൽ മോശമാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിക്കുക. പോളാർ വെക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനിറ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉള്ള വെക്ടേഴ്സിന് നമ്മൾ പറയുന്ന പേരാണ് പോളാർ വെക്ടർ. എ വെക്ടർ വിത്ത് എ ഡെഫിനിറ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. അതായത് ഞാൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇങ്ങനെ പോയി ഇവിടെ എത്തി. എന്റെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും എ മുതൽ ബി വരെയാണ് എന്റെ ഡിസ്പ്ലേസ്മെന്റ്. ഇതിന് ഡെഫിനിറ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട്, എയിൽ നിന്നും ബിയിലേക്കാണ്. അപ്പൊ അതിന് ഡെഫിനിറ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉള്ളതുകൊണ്ട് അതിന് നമ്മൾ പറയുന്ന പേരാണ് പോളാർ വെക്ടർ. ലീനിയർ ഡിസ്പ്ലേസ്മെന്റ്, ലീനിയർ വെലോസിറ്റി, മൊമെന്റം, ഫോഴ്സ്, ആക്സിലറേഷൻ, ഇവരെ ലീനിയർ ക്വാണ്ടിറ്റികളായിട്ടുള്ള എല്ലാവർക്കും ഡെഫിനിറ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട്. therefore they are called പോളാർ വെക്ടർ. അപ്പോൾ നോൺ പോളാർ വെക്ടർ എന്താണ്? ഡെഫിനിറ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇല്ലാത്ത സാധനങ്ങൾക്ക് നമ്മൾ പറയുന്ന പേരാണ് നോൺ പോളാർ വെക്ടർ. അതിന് എക്സാമ്പിൾ പറയാമോ? ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്, അതിന് ഡെഫിനിറ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇല്ല. ആംഗുലാർ വെലോസിറ്റി, ആംഗുലാർ ആക്സലറേഷൻ, ഇതിനൊന്നിനും ഡെഫിനിറ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റുകളില്ല. അപ്പൊ എ വെക്ടർ വിത്ത് ഡെഫിനിറ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഈസ് കാൾഡ് പോളാർ വെക്ടർ. എ വെക്ടർ വിത്ത് നോ ഡെഫിനിറ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഈസ് കാൾഡ് നോൺ പോളാർ വെക്ടർ. അതിന് എക്സാമ്പിൾസ് നമ്മളൊന്ന് മനസ്സിൽ ഓർത്തിരിക്കുക. ലീനിയർ ഡിസ്പ്ലേസ്മെന്റ്, ലീനിയർ വെലോസിറ്റി, ആക്സലറേഷൻ എക്സെട്ര, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്, ആംഗുലാർ വെലോസിറ്റി, ആംഗുലാർ ആക്സലറേഷൻസ് എക്സെട്ര. രണ്ടെണ്ണമായി. അടുത്ത നമുക്ക് ഇത് പറയുന്നതിന് മുമ്പ് പോളാർ വെക്ടർ, കോപ്ലനാർ വെക്ടർ എന്താണെന്ന് പറയാം. കോപ്ലനാർ വെക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് വെക്ടേഴ്സ് ആർ ആക്ടിങ് ഇൻ ദ സെയിം പ്ലെയിൻ. ഒരേ പ്ലെയിനിൽ കിടക്കുന്ന വെക്ടേഴ്സിന് നമ്മൾ പറയുന്നവരാണ് കോപ്ലനാർ വെക്ടേഴ്സ്. ഇതെല്ലാം കോപ്ലനാർ വെക്ടേഴ്സ് ആണ്. ഞാൻ എല്ലാം വരച്ചിട്ടിരിക്കുന്നത് നമ്മുടെ ബോഡി തന്നെയാണ്, ആ സെയിം പ്ലെയിനിലാണ്. അപ്പോൾ വെക്ടേഴ്സ് ആർ ആക്ടിങ് ഇൻ ദ സെയിം പ്ലെയിൻ ആർ കാൾഡ് കോപ്ലനാർ വെക്ടേഴ്സ്. ഡിഫറെന്റ് പ്ലെയിൻ ആണെങ്കിലോ നോൺ കോപ്ലനാർ. ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ ഇങ്ങനെ ഒരു വെക്ടറിനെ കൂടി ഇങ്ങോട്ട് എടുത്തു നിർത്തി. അപ്പൊ ഇത് വേറൊരു പ്ലെയിനിലാണ്. അപ്പൊ അതുകൊണ്ട് ഇത് നോൺ കോപ്ലനാർ വെക്ടേഴ്സ് ആയിട്ട് മാറും. അപ്പൊ വെക്ടേഴ്സ് ആക്ടിങ് ഇൻ ദ സെയിം പ്ലെയിൻ ആർ കാൾഡ് കോപ്ലനാർ വെക്ടർ. വെക്ടേഴ്സ് ആർ ആക്ടിങ് ഇൻ ഡിഫറെന്റ് പ്ലെയിൻസ് ആർ കാൾഡ് നോൺ കോപ്ലനാർ വെക്ടേഴ്സ്. അടുത്തത് റേഡിയൽ വെക്ടർ. വെക്ടർ വിച്ച് ഈസ് ആക്ടിങ് ത്രൂ ദ റേഡിയസ് ഓഫ് ദ സർക്കുലാർ മോഷൻ ഈസ് കാൾഡ് റേഡിയൽ വെക്ടർ. സർക്കുലാർ മോഷൻ നടത്തുമ്പോൾ
ഒരു പാർട്ടിക്കിൾ കറങ്ങുന്ന സമയം, നിങ്ങൾ റിപ്പീറ്റേഴ്സ് ആയതുകൊണ്ട് കുഴപ്പമില്ല, ഒരു പാർട്ടിക്കിൾ കറങ്ങുന്ന സമയം സർക്കുലാർ മോഷൻ നടക്കുമ്പോൾ സെൻട്രലിലേക്ക് ഒരു ആക്സലറേഷൻ ആക്ട് ചെയ്യും, അതിന് പറയുന്ന പേരാണ് സെൻട്രിപീറ്റൽ ആക്സലറേഷൻ. അതിന്റെ ഫലമായിട്ട് സെൻട്രലിലേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും, അതിന് പറയുന്ന പേരാണ് സെൻട്രിപീറ്റൽ ഫോഴ്സ്. ഇത് ഇതിലേക്ക് കൂടി ആക്ട് ചെയ്യുന്നു, റേഡിയസിലൂടെയാണ് ആക്ട് ചെയ്യുക. therefore this vector is called radial vector. ആ വെക്ടറിന് നമ്മൾ പറയുന്ന പേരാണ് റേഡിയൽ. അപ്പൊ എക്സാമ്പിൾ ആരൊക്കെയാണ്? സെൻട്രിപീറ്റൽ ആക്സലറേഷനും സെൻട്രിപീറ്റൽ ഫോഴ്സും, സെൻട്രിപീറ്റൽ ആക്സലറേഷനും സെൻട്രിപീറ്റൽ ഫോഴ്സും റേഡിയൽ വെക്ടറിന് എക്സാമ്പിളാണ്. അടുത്തത് ആക്സിയൽ വെക്ടർ. ആക്സിസോ റൊട്ടേഷനിലൂടെ ആക്ട് ചെയ്യുന്ന വെക്ടറിന് നമ്മൾ പറയുന്ന പേരാണ് ആക്സിയൽ വെക്ടർ. ഒരു പാർട്ടിക്കിൾ കറങ്ങുമ്പോൾ അവന്റെ ആക്സിസോ റൊട്ടേഷനിലൂടെ ആക്ട് ചെയ്യുന്ന വെക്ടറിന് നമ്മൾ പറയുന്ന പേരാണ് ആക്സിയൽ വെക്ടർ. ആരായിരിക്കണം ആക്സിയൽ വെക്ടർ എന്ന് പറയുന്നത്? അത് നിങ്ങൾ പഠിച്ചിട്ടുള്ള അറിയാം, ടോർക്കും ആംഗുലാർ മൊമെന്റവും. ഒരു പാർട്ടിക്കിൾ കറങ്ങുമ്പോൾ അതിനകത്ത് ആക്ട് ചെയ്യുന്ന ടോർക്ക്, ആംഗുലാർ മൊമെന്റം, ഇവർ രണ്ടുപേരും, ടോർക്ക് എന്ന് വെച്ചാൽ റൊട്ടേഷണൽ ഫോഴ്സ്, ആംഗുലാർ എന്ന് വെച്ചാൽ റൊട്ടേഷണൽ മൊമെന്റം. അതൊക്കെ പിന്നീട് നമ്മൾ റൊട്ടേഷൻ ഡൈനാമിക്സിനകത്ത് വിശദമായിട്ട് പറയും. അവർക്ക് നമ്മൾ പറയുന്ന പേരാണ് എന്തോന്ന്? റേഡിയൽ വെക്ടർ, സോറി ആക്സിയൽ വെക്ടർ. അപ്പൊ ആക്സിയൽ വെക്ടറിന്റെ എക്സാമ്പിൾ ടോർക്കും ആംഗുലാർ മൊമെന്റത്തിന് റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എൽ ആണ്, അതുകൊണ്ടാണ് അത് എഴുതിയത്. ഇനി യൂണിറ്റ് വെക്ടർ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, എ വെക്ടർ ഹൂസ് മാഗ്നിറ്റ്യൂഡ് ഈസ് യൂണിറ്റി ഈസ് കാൾഡ് എ യൂണിറ്റ് വെക്ടർ. ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് യൂണിറ്റി ആണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് യൂണിറ്റ് വെക്ടർ. എ യൂണിറ്റ് വെക്ടർ എഫ് ക്യാപ് ഈസ് ഈക്വൽ ടു വെക്ടർ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ദാറ്റ് വെക്ടർ. ദിസ് ഈസ് കാൾഡ് യൂണിറ്റ് വെക്ടർ. എ യൂണിറ്റ് വെക്ടർ ഈസ് യൂസ്ഡ് ടു റെപ്രസെന്റ് ദ ഡയറക്ഷൻ. ഡയറക്ഷൻ കാണിക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് യൂണിറ്റ് വെക്ടർ. എന്താ ഈ ഡയറക്ഷൻ കാണിക്കാനെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്തോളുക. ഇപ്പോൾ ഞാൻ പറയുന്നു, ഇവിടെ ഒരു ബോഡി ഞാൻ എടുത്തു വെച്ചു. ഈ ബോഡിയിൽ ഞാനൊരു 2, 3, 4 കയറുകൾ ഞാൻ കണക്ട് ചെയ്തിട്ടിരിക്കുകയാണ്. എ ബി സി ഡി എന്ന് ഞാൻ കണക്ട് ചെയ്തിട്ടു. എന്നിട്ട് ഞാൻ ഒരാളോട് പറയുകയാണ്, നിങ്ങളുടെ ഒരാളോട് ഞാൻ പറയാം, ചെന്നിട്ട് ആ കല്ലിനെ കല്ലിനെ പിടിച്ച് വലിക്കൂ, ഒരു 10 ന്യൂട്ടൺ ഫോഴ്സോടുകൂടി പിടിച്ച് വലിക്കൂ എന്ന് ഞാൻ പറയുന്നു. ഞാൻ ഈ 10 ന്യൂട്ടൺ ഫോഴ്സോടുകൂടി പിടിച്ച് വലിക്കാൻ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? എന്നിട്ട് ഒരുത്തം വന്ന് നേരെ എയ്ക്ക് പിടിച്ച് വലിക്കുമ്പോൾ ഞാൻ പറയും എയിലല്ല പിടിച്ച് വലിക്കേണ്ടതെന്ന് ഞാൻ പറയും. ഉടനെ ഞാൻ അത് വിട്ടിട്ട് എന്ത് ചെയ്യും? നേരെ ബി എന്ന് പറയുന്ന കയറിനകത്ത് കയറി പിടിക്കും. അപ്പൊ ഞാൻ എൻ്റെ ബിയിലല്ല പിടിക്കേണ്ടത്. ഉടനെ അവൻ പ്രാന്തായിട്ട് അവൻ പറയും, സാർ എന്നാ പിന്നെ സാറ് പറ, ഞാൻ ഏത് കയറിൽ പിടിച്ച് വലിക്കണമെന്ന് സാറ് പറയൂ. അപ്പൊ ഞാനിവിടെ എന്ത് ചെയ്യണമായിരുന്നു? 10 ന്യൂട്ടൺ എ ക്യാപ്പ് എന്ന് എഴുതി വെച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ സി ക്യാപ്പ് എന്ന് എഴുതി വെച്ചിരുന്നെങ്കിൽ ഒരു കൺഫ്യൂഷനും ഇല്ല. വരുന്നവന് മനസ്സിലാവും 10 ന്യൂട്ടൺ ഫോഴ്സ് സി എന്ന് പറയുന്ന ഡയറക്ഷനിലേക്ക് വലിക്കൂ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ആ സിക്ക് അല്ലെങ്കിൽ ഞാൻ ഡി ക്യാപ്പ് എന്നിട്ട് കഴിഞ്ഞാൽ അവന് കൺഫ്യൂഷൻ. അപ്പൊ നമ്മൾ ഏത് ഡയറക്ഷനിലേക്ക് വലിക്കണമെന്ന് കാണിക്കണോ? ഇപ്പൊ ഞാൻ പറയാം ഒരു ബോഡിയെ പിടിച്ച് തള്ളൂ എന്ന് വെച്ചാൽ നമ്മൾ അടുത്ത ചോദ്യം എങ്ങോട്ട് തള്ളണോ എന്നുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ വരും. എങ്ങോട്ട് തള്ളണമെന്ന് പറയുന്നതാണ് ഡയറക്ഷൻ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം, അതൊക്കെ പിന്നീട് വരുന്ന വഴിയിൽ പഠിക്കാം. അപ്പൊ യൂണിറ്റ് വെക്ടർ ഈസ് യൂസ്ഡ് ടു റെപ്രസെന്റ് ഓൺലി ദ ഡയറക്ഷൻ. ഡയറക്ഷൻ കാണിക്കാൻ ഉപയോഗിക്കുന്ന സാധനത്തിന് നമ്മൾ പറയുന്നവരാണ് യൂണിറ്റ് വെക്ടർ. അടുത്തത് സീറോ വെക്ടർ. നമ്മളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് ഇല്ല. ഒരു വെക്ടറിൽ നിന്നും സെയിം വെക്ടർ മൈനസ് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്നതാണ് സീറോ വെക്ടർ. അപ്പൊ സാർ എന്തിനാ സീറോ എന്ന് പറയുന്നത്? സീറോ അല്ലേ, സീറോ വെക്ടർ എന്ന് പറയുന്നത് എന്തിനാണ്? കിലോഗ്രാമിൽ നിന്ന് കിലോഗ്രാം മൈനസ് ചെയ്താൽ കിലോഗ്രാം കിട്ടണം. മാസിൽ നിന്ന് മാസ് മൈനസ് ചെയ്താൽ മാസ് കിട്ടണം. 10 കിലോഗ്രാം മൈനസ് 10 കിലോഗ്രാം ഈസ് ഈക്വൽ ടു 0 എന്നല്ല പറയേണ്ടത്, 0 കിലോഗ്രാം. 10 മീറ്റർ മൈനസ് 10 മീറ്റർ ഈസ് ഈക്വൽ ടു 0 മീറ്റർ. അപ്പോൾ ഒരു വെക്ടറിൽ നിന്ന് ഒരു വെക്ടർ മൈനസ് ചെയ്താൽ കിട്ടുന്ന സാധനം എന്തായിരിക്കണം? വെക്ടർ ആയിരിക്കണം. അതുകൊണ്ടാണ് അതിനെ സീറോ വെക്ടർ എന്ന് പറയുക. അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡയറക്ഷൻ എടുക്കാം. പോട്ടെ, അതൊന്നും അത് കയറി പോകണ്ട. നമുക്ക് സീറോ വെക്ടർ. പിന്നെ സീറോ വെക്ടറിനെ ഒരു വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സീറോ വെക്ടർ റിയൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ, അങ്ങനെയൊക്കെ കുറെ ആൻസർ പറയും. അതൊക്കെ ചുമ്മാ ജസ്റ്റ് ഒന്ന്. അടുത്തത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, സ്യൂഡോ വെക്ടർ. എന്താ സ്യൂഡോ വെക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൺസെപ്ച്വൽ വെക്ടേഴ്സിന് നമ്മൾ പറയുന്നവരാണ് സ്യൂഡോ വെക്ടർ. കൺസെപ്ച്വൽ വെക്ടേഴ്സ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? അങ്ങനെ ഒരു വെക്ടർ ഉണ്ടോ എന്ന് വെച്ചാൽ നമ്മൾ പറയും വെക്ടർ ഉണ്ട്. പക്ഷെ ഉറപ്പുണ്ടോ എന്ന് വെച്ചാൽ നമുക്ക് ഉറപ്പില്ല. അതായത് നമ്മൾ എക്സാമ്പിൾ പറയുന്നത്, ഒരു സർക്കുലാർ മോഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് ഇതിന് പ്രൂഫ് ഉണ്ട്. എ പാർട്ടിക്കിൾ ഈസ് കോൺസ്റ്റിറ്റ്യൂട്ട് എ യൂണിഫോം സർക്കുലാർ മോഷൻ, then there is a force which is directed towards the center, that is called centripetal force. അതിന് നമുക്ക് പ്രൂഫ് ഉണ്ട്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു ബോഡിയിൽ ഒരു സിംഗിൾ ഫോഴ്സ് മാത്രം ആക്ട് ചെയ്യുകയാണെങ്കിൽ ആ ബോഡി അവന്റെ പുറകിന് പോകണം. അപ്പൊ ആക്ച്വലി എന്ത് സംഭവിക്കണം? സെൻട്രിപീറ്റൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഈ ബോഡി വന്ന് സെന്ററിൽ വന്ന് ഇരിക്കേണ്ടതാണ്. പക്ഷെ നമ്മളൊരു കല്ലിനെ എടുത്ത് ഇങ്ങനെ കായിട്ട് കറക്കുന്ന സമയത്ത് കല്ല് സെന്ററിൽ വന്ന് ഇരിക്കുമോ? ഇല്ല, അത് കറങ്ങിക്കൊണ്ടേയിരിക്കും.
അപ്പൊ നമുക്ക് എന്ത് പറയാം, ഈ ബോഡിയിൽ സെന്ററിലേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ബോഡി സെന്ററിലേക്ക് വരുന്നില്ല. അതിന്റെ അർത്ഥം നമുക്ക് എന്ത് അസ്യൂം ചെയ്യാം, ഓ ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാകാം, ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാകാം. ആ ഫോഴ്സും ഈ ഫോഴ്സും ഈക്വൽ ആയതുകൊണ്ടാണ് ഇവൻ അകത്തേക്ക് വരാത്തത് എന്ന് വേണമെങ്കിൽ നമുക്ക് അസ്യൂം ചെയ്യാം. ഈ ഫോഴ്സിന് നമ്മൾ പറയുന്ന പേരാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. അങ്ങനെ ഒരു ഫോഴ്സ് ഉണ്ടോ, പ്രൂഫ് ഉണ്ടോ? നമ്മുടെ ഒരു പ്രൂഫും ഇല്ല. അതിന് പ്രൂഫ്, ഇതിന് പ്രൂഫുണ്ട്. സെൻട്രിപിറ്റൽ ഫോഴ്സിന് പ്രൂഫ് ഉണ്ട്, സർക്കുലർ മോഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷേ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന് നമ്മുടെ ഒരു പ്രൂഫില്ല. അപ്പൊ നമ്മുടെ താരങ്ങളിൽ ചോദിക്കാണ്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടോ? നമ്മളോട് ഉണ്ടോ, പ്രൂഫ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളോട് എന്താ പറയുക, അയ്യോ പ്രൂഫൊന്നുമില്ല. നമ്മൾ പ്രൂഫില്ലാത്ത സാധനങ്ങൾ സയൻസുകാർ ഒരിക്കലും പഠിക്കാൻ പാടില്ലെന്നാണ്. അതുകൊണ്ട് സെൻട്രിഫ്യൂഗൽ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് നമ്മൾ പഠിക്കാൻ പാടില്ലെന്നാണ്. പക്ഷേ സർക്കുലാർ മോഷനൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ സെൻട്രിഫ്യൂഗൽ എടുക്കും. കാരണം സെൻട്രിപിറ്റൽ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് പഠിക്കാൻ സൗകര്യം സെൻട്രിഫ്യൂഗൽ വെച്ച് പറയുന്നതാണ്. അതുകൊണ്ട് നമ്മൾ സെൻട്രിഫ്യൂഗൽ ഉപയോഗിക്കരുതെന്നാണ്. അപ്പൊ അങ്ങനെയുള്ള കൺസെപ്റ്റുവൽ ഫോഴ്സസിന് നമ്മൾ പറയുന്നവരാണ് സ്യൂഡോ. നമ്മളിപ്പോൾ വേറൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ സ്യൂഡോ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ എക്സാമ്പിൾ ആലോചിച്ച്, ദൈവമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ദൈവമുണ്ട്. കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരും ദൈവത്തിനെ കണ്ടിട്ടില്ല. അപ്പൊ നമ്മുടെ അടുത്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷെ നമ്മൾ കണ്ടിട്ടുണ്ടോ, പ്രൂഫ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രൂഫില്ല. അപ്പൊ അത് ഒരു സീഡോ ആണ്, കൺസെപ്ച്വൽ ആണ് എന്ന് പറയുന്നത് പോലെയാണ് ഇതും. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടോ, ഉണ്ട്. ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉറപ്പില്ല. അപ്പൊ അതുകൊണ്ട് അതിന് പറയുന്നവരാണ് സ്യൂഡോ വെക്ടർ. അപ്പൊ സ്യൂഡോ വെക്ടറിന് ഒരു എക്സാമ്പിൾ ആണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. അപ്പൊ ഇത്രയും ആയപ്പോൾ നമ്മുടെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വെക്ടേഴ്സ് നമുക്ക് കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് ഇമ്പോർട്ടന്റ് സാധനങ്ങളാണ് നമുക്കുള്ളത്. അഡിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. അഡിഷനും സബ്ട്രാക്ഷനും നമ്മൾ എങ്ങനെ നടത്തും? റിസൾട്ടന്റ് ആൻഡ് ഡിഫറൻസ് ഓഫ് ടു വെക്ടേഴ്സ്. നിങ്ങളെ സംബന്ധിച്ച് അതിന്റെ എക്സ്പ്ലനേഷനും തിയറി ഒന്നും പറയേണ്ട കാര്യമില്ല. റിസൾട്ടന്റും ഡിഫറൻസും നമ്മളങ്ങ് പറയുന്നു. നമ്മൾ നോർമലി ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വെക്ടർ അഡിഷൻ അറിയാമോ എന്ന് ചോദിച്ചാൽ നമ്മൾ എല്ലാവരും പെട്ടെന്ന് പറയുന്നൊരു കാര്യമുണ്ട്, ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ അറിയാമായിരിക്കും. കാരണം നിങ്ങൾ റിപ്പീറ്റ്, അതായത് +1 +2 കഴിഞ്ഞു. +1 പഠിക്കുന്ന ഒരു കുട്ടിയുടെ നമ്മൾ ചോദിക്കേണ്ടത്, നിങ്ങൾക്ക് വെക്ടർ അഡിഷൻ അറിയാമോ? +1 പഠിക്കാനായിട്ട് ആദ്യമായിട്ട് വരുന്ന ഒരു കുട്ടിയുടെ നമ്മൾ വെക്ടർ അഡിഷൻ അറിയാമോ? നമ്മൾ അറിയില്ല സാർ എന്ന് പറയും. പക്ഷെ നമ്മൾ അറിയില്ല എന്ന് പറഞ്ഞാലും നമ്മൾ നേച്ചറിൽ നിന്ന്, അല്ലെങ്കിൽ നമുക്ക് ആക്ച്വലി നമ്മളത് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വെക്ടർ അഡിഷൻ ആണെന്ന് അറിയാൻ വയ്യാതെ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറയാം. സ്കലാർ അഡിഷനും വെക്ടർ അഡിഷനും എക്സാമ്പിൾ പറയാം, പെട്ടെന്ന് പറഞ്ഞുവിടാം. ഒരു പാത്രത്തിനകത്തേക്ക് ഞാൻ ഇങ്ങോട്ടേക്ക് 10 രൂപ ഇട്ടു, ഇങ്ങോട്ടേക്ക് 3 രൂപ ഇട്ടു. ഇതിനകത്ത് എത്ര രൂപ? 13 rupees. ഞാൻ ഈ പാത്രം എടുത്ത് വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് 10 രൂപ ഇട്ടു, ഇങ്ങോട്ടേക്ക് 3 രൂപ ഇട്ടു. ഇതിനകത്ത് എത്ര രൂപ? നിങ്ങൾ പറയും 13 രൂപ. എന്നാൽ ഞാൻ ഇവിടെ ഒരു ബോഡിയെ എടുത്ത് വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് പിടിച്ച് വലിക്കുന്നു 10 ന്യൂട്ടൺ, ഇങ്ങോട്ടേക്ക് പിടിച്ച് വലിക്കുന്നു 3 ന്യൂട്ടൺ. ഈ ബോഡിയിൽ കിട്ടുന്ന നെറ്റ് ഫോഴ്സ് എത്ര എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും 13 ന്യൂട്ടൺ. ഈ ബോഡിയെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ ഇങ്ങോട്ടേക്ക് പിടിച്ചു വലിക്കുന്നു 10 ന്യൂട്ടൺ, ഒരുത്തൻ തിരിച്ചു പിടിച്ചു വലിക്കുന്നു 3 ന്യൂട്ടൺ. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഇതിനകത്ത് എത്ര ന്യൂട്ടൺ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു? അപ്പോൾ നിങ്ങൾ പറയും 7 ന്യൂട്ടൺ ഫോഴ്സ്. നെറ്റ് ഫോഴ്സ് 7 ആണ്. നിങ്ങൾ ഇവിടെ നോക്കിക്കേ, ഞാൻ ഈ 2 പൈസയെ ഒന്നിച്ചിട്ടു 13 പറഞ്ഞു, ഓപ്പോസിറ്റ് ആയിട്ടപ്പോൾ നിങ്ങൾ 13 പറഞ്ഞു. ഇവിടെ 2 ഫോഴ്സ് ഒരേ ഡയറക്ഷൻ ആയപ്പോൾ 13 പറഞ്ഞു, പക്ഷെ ഓപ്പോസിറ്റ് ആയപ്പോൾ നിങ്ങൾ 7 എന്നാണ് പറഞ്ഞത്. എന്തേ അങ്ങനെ പറയാൻ കാരണം? ഇവിടെ 2 13 പറഞ്ഞു, ഇവിടെ 13. ശരി, ഇവിടെ നിങ്ങൾ 13 പറഞ്ഞു, ഇവിടെ എന്തുകൊണ്ടാണ് ഓപ്പോസിറ്റ് ആയപ്പോൾ 13 പറയാതെ 7 പറഞ്ഞത്? അതാണ് വെക്ടർ അഡിഷൻ. നിങ്ങൾ അറിയാതെ തന്നെ വെക്ടർ അഡിഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഇത്രയുമേ ഉള്ളൂ. ഇത് സ്കലാർ, പൈസ എന്നോ റുപ്പീസ് എന്ന് പറയുന്നത് സ്കലാർ ക്വാണ്ടിറ്റിയാണ്. അവനെ ചുമ്മാ അങ്ങ് ആഡ് ചെയ്താൽ മതി. എന്നാൽ ഫോഴ്സ് എന്ന് പറയുന്ന സാധനം വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അവനെ ആഡ് ചെയ്യണമെങ്കിൽ ഇവയ്ക്കിടയിലുള്ള ആംഗിൾ 0 ഡിഗ്രി ആയതുകൊണ്ടാണ് റിസൾട്ടന്റ് 13 ആയത്. ഇവയ്ക്കിടയിലുള്ള ആംഗിൾ 180 ഡിഗ്രി ആയതുകൊണ്ടാണ് റിസൾട്ടന്റ് 7 ആയത്. അപ്പോൾ റിസൾട്ടന്റ് ഓഫ് 2 വെക്ടേഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ ആംഗിൾ ബിറ്റ്വീൻ ദാറ്റ് 2 വെക്ടേഴ്സ്. 2 വെക്ടേഴ്സിനും ഇടയിലുള്ള ആംഗിൾ മാറുന്നതിനനുസരിച്ച് റിസൾട്ടന്റും മാറിക്കൊണ്ടിരിക്കും. ആ ഡിപ്പെൻഡൻസ് തരുന്നതാണ് റിസൾട്ടന്റ് ആൻഡ് ഡിഫറൻസ്. നമ്മൾ വിശദമായിട്ട് പോകുന്നില്ല. കൺസിഡർ 2 വെക്ടേഴ്സ് എ ആൻഡ് ബി. ദേ മേക്സ് ആൻ ആംഗിൾ θ ഡിഗ്രി. അവരുടെ റിസൾട്ടന്റ് ഇതിന്റെ ഇടയിലേക്ക് വരുന്നു. ഇവരുടെ റിസൾട്ടന്റ് ഇതാണെന്ന് കരുതുക. റിസൾട്ടന്റ് ഓഫ് ദാറ്റ് 2 വെക്ടർ ഈസ് ഈക്വൽ ടു R.
അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ റിസൾട്ടന്റ് ഓഫ് ദീസ് ടു വെക്ടേഴ്സ് എ ആൻഡ് ബി വിച്ച് മേക്സ് ആൻ ആംഗിൾ തീറ്റ ഡിഗ്രി എന്ന് ചോദിച്ചാൽ റിസൾട്ടന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് വെക്ടർ എ പ്ലസ് വെക്ടർ ബി, വെക്ടർ എയും വെക്ടർ ബിയും കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് റിസൾട്ടന്റ്. That resultant is given by the equation root of a square plus b square plus 2ab cos theta. This is the equation for the resultant of that two vectors. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും? ഡിഫറൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് വെക്ടർ എ മൈനസ് ബി, എയും ബിയും കൂടെ മൈനസ് ചെയ്താൽ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? ദിസ് ഈസ് ഈക്വൽ ടു ഒരു ചെറിയ വ്യത്യാസം, റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab cos theta. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ദ ഡിഫറൻസ്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos theta, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ്. ഇത് ഓർക്കുക, ഇങ്ങനെ കൂടെ ഇടണം എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? ദിസ് റെപ്രസെന്റ്സ് ഓൺലി ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ പ്ലസ് ബി, എ മൈനസ് ബി, ആൻഡ് ദിസ് റെപ്രസെന്റ്സ് ഓൺലി ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ പ്ലസ് ബി. ഒരിക്കലും ഇതിനകത്ത് ഡയറക്ഷൻ വരില്ല. എ പ്ലസ് ബിയുടെ മാഗ്നിറ്റ്യൂഡാണിത്, എ മൈനസ് ബിയുടെ മാഗ്നിറ്റ്യൂഡാണിത്. എത്ര ഉണ്ട് എന്നുള്ളത് കിട്ടും, എങ്ങോട്ട് ഡയറക്ഷൻ എങ്ങോട്ടേക്കാണെന്ന് കിട്ടത്തില്ല. അപ്പൊ ഇതിനകത്ത് നമ്മൾ പറയുന്നത് തീറ്റയുടെ വാല്യൂ തീറ്റയുടെ വാല്യൂ 0 ഡിഗ്രി ആണെങ്കിൽ, തീറ്റയുടെ വാല്യൂ 0 ഡിഗ്രി ആണെങ്കിൽ റിസൾട്ടന്റ് ആർ ഈസ് ഈക്വൽ ടു cos 0 1, then it is equal to a plus b എന്ന് കിട്ടും. cos 0 1, then it is equal to a square plus b square plus 2ab, that is equal to a plus b the whole square. a plus b the whole square ന്റെ റൂട്ട് എടുക്കുമ്പോൾ a plus b. തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രി ആവുമ്പോൾ cos 90 0 ആയതുകൊണ്ട് റിസൾട്ടന്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. തീറ്റയുടെ വാല്യൂ 180 ഡിഗ്രി ആണെങ്കിൽ 180 ഡിഗ്രി റിസൾട്ടന്റ് ആർ ഈസ് ഈക്വൽ ടു എ മൈനസ് ബി. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? cos 180 ഈസ് ഈക്വൽ ടു -1, therefore it is equal to a square plus b square minus 2ab, that is equal to a minus b the whole square, that is equal to root of a minus b the whole square is equal to a minus b. ഇതിന്റെ അർത്ഥം എന്താണ്? തീറ്റ 0 ഡിഗ്രി ആയിരിക്കുമ്പോൾ റിസൾട്ടന്റ് മാക്സിമം, തീറ്റ 180 ഡിഗ്രി ആകുമ്പോൾ റിസൾട്ടന്റ് മിനിമം. അതായത് രണ്ട് വെക്ടേഴ്സ് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് റിസൾട്ടന്റ് മാക്സിമം. ഇവയ്ക്കിടയിലുള്ള ആംഗിൾ കൂടുന്തോറും റിസൾട്ടന്റ് കുറഞ്ഞു 180 ഡിഗ്രി എത്തുമ്പോൾ റിസൾട്ടന്റ് മിനിമം ആകും. അതുപോലെ നമ്മൾ ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ തീറ്റ 0 ആകുന്ന സമയത്ത് ഡിഫറൻസ് ഈസ് ഈക്വൽ ടു എ മൈനസ് ബി. ഇതൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് പറയാനുണ്ട്. തീറ്റ 90 ഡിഗ്രി ആകുമ്പോൾ cos 90 ഈസ് ഈക്വൽ ടു 0, therefore it is equal to root of a square plus b square. 180 ഡിഗ്രി ആകുമ്പോൾ d ഈസ് ഈക്വൽ ടു cos 180 -1 -1 മൈനസ് പ്ലസ് ആകും, ദാറ്റ് ഈസ് ഈക്വൽ ടു a പ്ലസ് ബി. ഇവിടെ 2-3-4 കാര്യങ്ങൾ ഞാൻ പറയുന്നു. റിസൾട്ടന്റും ഡിഫറൻസും ഈക്വൽ ആകുന്നത് എത്ര ഡിഗ്രിയിൽ? 90 ഡിഗ്രിയിൽ. എത്ര പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് അറിയാമോ? മോഡുലസ് ഓഫ് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എ മൈനസ് ബി, then what is angle between that two vectors? അല്ലെങ്കിൽ if the resultant is equal to difference, magnitude of the resultant is equal to magnitude of the difference, then what is angle between the two vectors എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീറ്റ 90 ഡിഗ്രി. അടുത്തത് റിസൾട്ടന്റിന് വരാൻ പറ്റുന്ന മാക്സിമം വാല്യൂ എ പ്ലസ് ബി, മിനിമം വാല്യൂ എ മൈനസ് ബി. ഡിഫറൻസിന് വരാൻ പറ്റുന്ന മാക്സിമം വാല്യൂവും എ പ്ലസ് ബി ആണ്. ഡിഫറൻസിന് വരാൻ പറ്റുന്ന മാക്സിമം വാല്യൂവും എ പ്ലസ് ബി ആണ്. മിനിമം വാല്യൂ എത്രയാണ്? എ മൈനസ് ബി ആണ്. അപ്പൊ റിസൾട്ടന്റിന്റെ മാക്സിമം വാല്യൂ എ പ്ലസ് എന്ന് വെച്ചാൽ ഇതിന്റെ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ മനസ്സിലാക്കി വെക്കണേ. ഇപ്പൊ there are two vectors 5 and 3. വാട്ട് ഈസ് ദ റിസൾട്ടന്റ് എന്ന് ചോദിച്ചു ഞാൻ പറയാം, അത് ഞാൻ പിന്നീട് പറയാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. റിസൾട്ടന്റിന്റെ മാക്സിമം വാല്യൂ എ പ്ലസ് ബി ആണ്, മിനിമം വാല്യൂ എ മൈനസ് ബി ആണ്. ഡിഫറൻസിന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എ പ്ലസ് ബി ആണ്, പക്ഷെ 180 ഡിഗ്രിയിലാണെന്ന് മാത്രം. അതിന്റെ അർത്ഥം തീറ്റ കൂടുമ്പോൾ റിസൾട്ടന്റ് കുറയും, ഡിഫറൻസ് കൂടും. തീറ്റ വരുമ്പോൾ ഇങ്ങനെ കൂടുമ്പോഴത്തേക്ക് റിസൾട്ടന്റും ഡിഫറൻസും ഓപ്പോസിറ്റ് ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ. അപ്പൊ റിസൾട്ടന്റ് ഓഫ് 2 വെക്ടർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos theta.
Difference is equal to root of a square plus b square minus 2ab cos theta. Maximum value or resultant is equal to a plus b. Minimum value is equal to a minus b. Difference in the maximum value a plus b ആണ് minimum value. Resultant difference equal ആകുന്നത് 90 ഡിഗ്രിയിലാണ്. അപ്പോൾ റിസൾട്ടന്റിന്റെ മാക്സിമം വാല്യൂ a plus b 0 ഡിഗ്രി, മിനിമം വാല്യൂ a minus b 180 ഡിഗ്രിയിൽ, ഡിഫറൻസിന്റെ മാക്സിമം വാല്യൂ a plus b 180 ഡിഗ്രിയിൽ, മിനിമം വാല്യൂ 0 ഡിഗ്രിയിലും തിരിഞ്ഞു വരും. ജസ്റ്റ് ഓപ്പോസിറ്റ്. ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് നമുക്ക് പറയാം. ഈ റിസൾട്ടന്റ് എയുമായിട്ട് മേക്ക് ചെയ്യുന്ന ഈ ആംഗിൾ എത്രയാണെന്ന് പറഞ്ഞാൽ അതിനെയാണ് ഡയറക്ഷൻ എന്ന് പറയുക. വാട്ട് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ദ റിസൾട്ടന്റ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം? റിസൾട്ടന്റ് മേക്സ് ആൻ ആംഗിൾ 30 ഡിഗ്രി വിത്ത് എയിൽ നിന്നും 30 ഡിഗ്രിയിൽ അങ്ങോട്ട് പോകുന്നു എന്ന് പറയും. ഇപ്പൊ നമുക്കിപ്പോ ഒരു എക്സാമ്പിൾ പറയാം. ഇങ്ങനെ രണ്ട് വെക്ടേഴ്സ് ഇരിക്കുന്നു, ഇവരുടെ മൊത്തം വാല്യൂ 70 ആണെന്ന് എഴുതുക. ഇത് 10 ന്യൂട്ടണും ഇത് 5 ന്യൂട്ടണും. റിസൾട്ടന്റ് ഇങ്ങോട്ടേക്ക് പോകുന്നു, ഇത് 30 ഡിഗ്രി ആണെന്ന് എഴുതുക. ഇത് 30 ആണെങ്കിൽ ഇപ്പുറത്ത് 40 ഡിഗ്രി. ഞാൻ ഇതിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിച്ചപ്പോൾ എനിക്ക് 13 എന്ന് കിട്ടി. വാട്ട് ഈസ് ദ റിസൾട്ടന്റ് വെൻ ടു വെക്ടേഴ്സ് 10 and 5 മേക്സ് ആൻ ആംഗിൾ 70 ഡിഗ്രി? ഞാൻ പറയും റിസൾട്ടന്റ് 13. വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ റിസൾട്ടന്റ് എന്ന് ചോദിച്ചാൽ നമ്മൾ ആൻസർ എന്ത് പറയണമെന്ന് അറിയാമോ? ദിസ് റിസൾട്ടന്റ് മേക്സ് ആൻ ആംഗിൾ 30 ഡിഗ്രി വിത്ത് ദ വെക്ടർ 10 എന്ന് പറയുന്നതാണ് ഡയറക്ഷൻ. അല്ലെങ്കിൽ 40 ഡിഗ്രി വിത്ത് ദ വെക്ടർ 5 എന്ന് പറയുന്നതാണ് ഡയറക്ഷൻ. ആ രണ്ട് വെക്ടറിന്റെ ഇടയിൽ കൂടി റിസൾട്ടന്റ് എപ്പോഴും ഈ രണ്ട് വെക്ടേഴ്സിനും ഇടയിൽ ഉണ്ടാകണം, അത് നിർബന്ധം. അങ്ങനെ കുറെ കണ്ടീഷൻസ് പറയാം, അതെല്ലാം നമ്മൾ പറയും. ആ റിസൾട്ടന്റ് ഏതെങ്കിലും ഒരു വെക്ടറുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിന് പറയുന്ന പേരാണ് ഡയറക്ഷൻ. ഇവിടെ ഇഫ് ദ റിസൾട്ടന്റ് മേക്സ് ആൻ ആംഗിൾ ആൽഫ ഡിഗ്രി വിത്ത് ദ വെക്ടർ എ ആണെങ്കിൽ ആ ആൽഫയ്ക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ആൽഫ ഈസ് ഈക്വൽ ടു, ശ്രദ്ധിച്ചോണം, വലിയ ഇമ്പോർട്ടന്റ് അല്ല, ടാൻ ഇൻവേഴ്സ് ബി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി കോസ് തീറ്റ. ഇതങ്ങനെ നമുക്ക് ഒത്തിരി ഉപയോഗിക്കേണ്ടി വരില്ല. റിസൾട്ടന്റ് മേക്സ് ആൻ ആംഗിൾ ആൽഫ വിത്ത് വെക്ടർ എ ആണെങ്കിൽ ആൽഫ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ബി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി കോസ് തീറ്റ. അതല്ല, ഈ ആംഗിൾ ആണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ബീറ്റ എന്ന് പറയാം. ബീറ്റയാണ് നമ്മൾ പറയുന്നതെങ്കിൽ തിരിച്ചു പറയണം. എന്ത് പറയണം? ടാൻ ഇൻവേഴ്സ് എ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ബി പ്ലസ് എ കോസ് തീറ്റ. ദിസ് ഈസ് ദ ആൻസർ. ഒന്ന് ജസ്റ്റ് പറ്റിയാൽ പഠിച്ചു വയ്ക്കുക. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അറിയുക. അത് കുറേയധികം കാര്യങ്ങൾ നമുക്ക് അല്ലാതെയും പറയാനുണ്ട്, നമ്മൾ അതെല്ലാം പറയുന്നു. അതിനുശേഷം മാത്രം ഇതിപ്പോ നമ്മളൊന്ന് ഏകദേശം നന്നായിട്ട് തീർത്തതിന് ശേഷം നമ്മൾ അടുത്ത സെഷനിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ എന്ത് പഠിച്ചു കഴിഞ്ഞു? when two vectors a and b which makes an angle theta degree with each other, then the resultant is given by root of a square plus b square plus 2ab cos theta. Difference is equal to root of a square plus b square minus 2ab cos theta. If theta is equal to 0, then resultant is equal to a plus b. 90 ഡിഗ്രിയിൽ root of a square plus b square, 180 ഡിഗ്രിയിൽ a minus b. ഡിഫറൻസ് ആണെങ്കിൽ 0 ഡിഗ്രിയിൽ a minus b, 90 ഡിഗ്രിയിൽ root of a square plus b square, 180 ഡിഗ്രിയിൽ a plus b. അതിനകത്ത് എന്ത് മനസ്സിലാക്കണം? റിസൾട്ടന്റിന്റെ മാക്സിമം വാല്യൂ എ പ്ലസ് ബി, മിനിമം വാല്യൂ എ മൈനസ് ബി. ഡിഫറൻസിന്റെയും മാക്സിമം വാല്യൂ എ പ്ലസ് ബി ആണ്, മിനിമം വാല്യൂ എ മൈനസ് ബി ആണ്. റിസൾട്ടന്റും ഡിഫറൻസ് ഈക്വൽ ആകുന്നത് 90 ഡിഗ്രിയിലാണ്. പിന്നെ ഇതുകൂടി പഠിച്ചു വയ്ക്കും പറ്റിയാൽ. ഇനി നമ്മൾ പറയുന്ന കാര്യം ഓർക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ഇത്രയും മനസ്സിലായല്ലോ. ഈ രണ്ട് വെക്ടേഴ്സ് ഈക്വൽ ആണെങ്കിൽ ശ്രദ്ധിച്ചോണേ, ഇഫ് എ ഈസ് ഈക്വൽ ടു ബി, എയും ബിയും ഈക്വൽ ആണെങ്കിൽ റിസൾട്ടന്റ് ഈസ് ഈക്വൽ ടു, ശ്രദ്ധിച്ചോ, ഞാനൊന്ന് അവിടെ ആ കിടക്കുന്ന ഇക്വേഷൻ അത് എഴുതാം. ദെൻ റിസൾട്ടന്റ് ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2a സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ എന്ന് കിട്ടും. എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ 2a സ്ക്വയർ, 2a സ്ക്വയർ പ്ലസ് 2a സ്ക്വയർ കോസ് തീറ്റ, 2a സ്ക്വയറിനെ കോമൺ ആയിട്ട് എടുത്തു. ഡിഫറൻസ് എന്ത് കിട്ടുമെന്ന് അറിയാമോ? റൂട്ട് ഓഫ് 2a സ്ക്വയർ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ എന്ന് വരും. വേറെ വ്യത്യാസമൊന്നുമില്ല. If the resultant is equal to, if a is equal to b, then resultant is equal to this, difference is equal to this. ഇതല്ല ഇനി പറയുന്നത്, ശ്രദ്ധിച്ചോണം. തീറ്റ 0 ഡിഗ്രി ആണെങ്കിൽ, തീറ്റ 60 ഡിഗ്രി ആണെങ്കിൽ, തീറ്റ 90 ഡിഗ്രി ആണെങ്കിൽ, തീറ്റ 120 ഡിഗ്രി ആണെങ്കിൽ,
തീറ്റ 180 ഡിഗ്രി. ഇത് ഇത്രയും കാണാതെ പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. തീറ്റ 0 ഡിഗ്രി ആണെങ്കിൽ നിങ്ങൾ ഇവിടെ സീറോയുടെ വാല്യൂ ഇട്ട് കൊടുക്കുക. cos 0 1, 1 + 1 = 2, 2 × 2a² = 4a², 4a² റൂട്ട് എടുത്തു കഴിഞ്ഞാൽ 2a. തീറ്റ 60 ഡിഗ്രി ആണെങ്കിൽ cos 60 1/2, 1 + 1/2 3/2, 2 2 കൂടെ ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ 3a², 3a² റൂട്ട് എടുക്കുമ്പോൾ √3a. അടുത്ത തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രി ആണെങ്കിൽ cos 90 0, 1 + 0 1, 1 × 2a², 2a², therefore resultant is equal to √2a. തീറ്റയുടെ വാല്യൂ 120 ഡിഗ്രി ആണെങ്കിൽ cos 120യുടെ വാല്യൂ -½ ആണ്. 1 - ½ = ½ ഹാഫും ഹാഫും കൂടെ 2 × 2 കൂടെ പോയി കഴിഞ്ഞാൽ a²ന്റെ റിസൾട്ടന്റ് എടുക്കുകയാണെങ്കിൽ a. തീറ്റയുടെ വാല്യൂ 180 ഡിഗ്രി ആണെങ്കിൽ റിസൾട്ടന്റ് 0. എന്ത് മനസ്സിലായി? തീറ്റ കൂടുമ്പോൾ റിസൾട്ടന്റ് കുറഞ്ഞു വരും. ഇത് ഇത്രയും കാണാതെ പഠിച്ചു വയ്ക്കണം. ഇത് ഇത്രയും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്ന എൻട്രൻസിൽ പഠിക്കുന്ന നിങ്ങൾ ഉറപ്പായിട്ടും ആർക്കും കാണാൻ പഠിക്കാം, പക്ഷെ നിങ്ങൾ നിർബന്ധമായിട്ടും കാണാൻ പഠിക്കണം. 0 ഡിഗ്രി ആണെങ്കിൽ റിസൾട്ടന്റ് 2a, 60 ഡിഗ്രി ആണെങ്കിൽ √3a കുറഞ്ഞു, 90 ഡിഗ്രി ആണെങ്കിൽ ഇച്ചിരൂടെ കുറഞ്ഞു √2a, 120 ഡിഗ്രി ആണെങ്കിൽ വീണ്ടും കുറഞ്ഞു a, 180 ഡിഗ്രി ആണെങ്കിൽ 0. ഇത്രയും പഠിച്ചു വയ്ക്കണം. When two vectors, equal vectors makes an angle 0 degree, resultant is equal to 2a. 60 degree resultant is equal to √3a, 90 degree √2a, 120 degree a, 180 degree 0. ഇത് തിരിച്ചെഴുതിയാൽ ഡിഫറൻസ് ആയി. ആദ്യമേ 0 എഴുതുക, പിന്നീട് അവിടെ നിന്ന് കൂടി a ആവുന്നു, അത് കഴിഞ്ഞ് അത് √2a ആവുന്നു, അത് കഴിഞ്ഞ് √3a ആവുന്നു, അത് കഴിഞ്ഞ് അവസാനം 2a ആവുന്നു. തിരിച്ച് ഇത് നേരെ തലതിരിച്ചെഴുതിയാൽ മതി. അപ്പൊ ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നീട് ഉപയോഗിച്ച് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഏതൊക്കെ ആംഗിളുകൾ ഏതൊക്കെയാണ് പഠിച്ചത്? 0 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി, 120 ഡിഗ്രി, 180. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം വരും, സാർ 30 ഡിഗ്രി എടുക്കാത്ത എന്ത്, 45 ഡിഗ്രി എടുക്കാത്ത എന്ത്? അതെടുത്താൽ ഇതുപോലെ ഒരു ആൻസർ കിട്ടില്ല. 45 ഒന്ന് cos 45 ഒന്നിന് √1/√2 ആണ്. അപ്പൊ 1 + 1/√2, പിന്നെ അതൊരു നമുക്ക് ഗുണകരമല്ലാത്തൊരു റിസൾട്ട് ആയിപ്പോ. അപ്പൊ നമുക്ക് ആവശ്യമുള്ളത് മാത്രം. ഇതാണ് മിക്കവാറും നമുക്ക് എപ്പോഴും ആവശ്യവും വരിക. ഞാൻ ഇതൊക്കെ പഠിപ്പിക്കുമ്പോൾ ഓർത്തോണം, ഇനി നമ്മൾ ഫർദർ ചാപ്റ്റേഴ്സ് വരുമ്പോൾ അവിടെ 2 ഈക്വൽ വെക്ടേഴ്സ് 60 ഡിഗ്രിയിലാകുമ്പോൾ ഞാൻ റിസൾട്ടന്റ് √3a എന്നങ്ങ് പറഞ്ഞു പോകും. അതുകൊണ്ട് ഇത് നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചു വെച്ചേക്കണം, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കണം. അപ്പൊ നമ്മളെടുത്ത ആംഗിളുകൾ ഏതൊക്കെയാണ്? 0 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി, 120 ഡിഗ്രി, 180 ഡിഗ്രി. 0 ഡിഗ്രിയിൽ 2a, 60 ഡിഗ്രിയിൽ √3a, 90 ഡിഗ്രിയിൽ √2a, 120 ഡിഗ്രിയിൽ a, 180 ഡിഗ്രിയിൽ 0. ഇത്രയും കാര്യം മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ഇതാണ് ഇവരുടെ റിസൾട്ടന്റും ഡിഫറൻസ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അങ്ങോട്ട് വരുമ്പോൾ ഇഷ്ടംപോലെ സ്ഥലത്ത് നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ഭയങ്കരമായിട്ട് വരും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കി അത് മനനം ചെയ്ത് എടുത്തോളാം. ഇനി നമ്മൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പ്രോബ്ലം വഴി അല്ലാതെ നമുക്ക് ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അത് ജസ്റ്റ് ഒന്ന് നമുക്ക് പറഞ്ഞതിന് ശേഷം അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കണം. അപ്പൊ റിസൾട്ടൻ്റായി, ഡിഫറൻസ് ആയി. ഇനി നമ്മൾ പറയുന്നത് 2 a എന്ന് പറയുന്ന ഒരു വെക്ടർ, b എന്ന് പറയുന്ന വേറൊരു വെക്ടർ. ഇവരുടെ റിസൾട്ടന്റ് എപ്പോഴും ഇതിനിടയിൽ ഉണ്ടാകണം. റിസൾട്ടന്റ് ഈസ് ആൾവേസ് ഇൻ ബിറ്റ്വീൻ ദ 2 വെക്ടേഴ്സ്. ഒന്നുകൂടെ പറഞ്ഞാൽ, എ ആണ് ഹയർ വെക്ടർ എങ്കിൽ ഇത് 20ഉം ഇത് ഒരു 15ഉമാണെന്ന് എഴുതുക. അങ്ങനെയാണെങ്കിൽ റിസൾട്ടന്റ് എയോട് അടുത്ത് നിൽക്കും. ഇത് 35 ആകുകയാണെങ്കിൽ റിസൾട്ടന്റ് ബിയോട് അടുത്ത് നിൽക്കും. റിസൾട്ടന്റ് വെക്ടർ ഈസ് ആൾവേസ് നിയറർ ടു ദ ഹയർ വെക്ടർ. അതല്ല, രണ്ടുപേരും ഈക്വൽ ആണെങ്കിൽ കറക്റ്റ് സെന്ററിലൂടെ ആയിരിക്കും പോവുക. If a and b are equal, then the resultant is through the both the vectors are equal, then the resultant is through the center. ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് ശ്രദ്ധിച്ചോണം നിങ്ങൾ. ക്വസ്റ്റ്യൻ ഒന്നും ഇല്ല പറയുന്നത്, a and b are the 2 vectors which makes an angle theta degree and the resultant which makes an angle theta/2 with the vector a, then what is the relation between a and b? എല്ലാം മനസ്സിലായോ? എയും ബിയും 2 വെക്ടേഴ്സ്, അവയ്ക്കിടയിലുള്ള ആംഗിൾ തീറ്റ. റിസൾട്ടന്റ് എയുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ θ/2 ആണെങ്കിൽ എയും ബിയും തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. സംഭവം എന്താ, വരച്ചാൽ മനസ്സിലാവും. എ ബി ഇവയ്ക്കിടയിലുള്ള ആംഗിൾ തീറ്റ.
റിസൾട്ടന്റ് മേക്ക് ചെയ്യുന്ന ആംഗിൾ θ/2. അതിന്റെ അർത്ഥം ഇതും θ/2 ആയിരിക്കണം. അതിന്റെ അർത്ഥം എയും ബിയും എന്തായിരിക്കണം? ഈക്വൽ. ദെയർഫോർ ആൻസർ ഈസ് ഈക്വൽ എ ഈസ് ഈക്വൽ ടു ബി. എയും ബി ഈക്വൽ ആണ്. കാരണം തീറ്റയുടെ പകുതിയാണിത്. അപ്പോൾ ഇപ്പുറത്തും പകുതിയാണല്ലോ. രണ്ട് ആംഗിൾ ഈക്വൽ ആണെങ്കിൽ അവര് രണ്ട് ഈക്വൽ വെക്ടേഴ്സ് ആയിരിക്കണം. ഒരിക്കൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്താണെന്നറിയാമോ? അത് പക്ഷേ ഒന്നും ഇതിനകത്തല്ല. 2 vectors A and B makes an angle theta degree. Resultant A makes an angle alpha with the vector A. Resultant makes an angle alpha with the vector A and beta with the vector B. എന്നിട്ട് പിന്നെ അവിടെ 4 കണ്ടീഷൻ ആയിരുന്നു. ഇഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ ബി ദെൻ ആൽഫ ഈസ് ഗ്രേറ്റർ ദാൻ ബീറ്റ. ഇങ്ങനെ 4 ചോയ്സ്. സംഭവം ഓർക്കുക, എയും ബിയും 2 വെക്ടേഴ്സ്, അവയ്ക്കിടയിലുള്ള അവരുടെ റിസൾട്ടന്റ് ആണ് ആർ. ഇത് ആൽഫയും ഇത് ബീറ്റയും. ഓർക്കേണ്ടുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. എ കൂടുതലാണെങ്കിൽ ആൽഫ കുറവായിരിക്കും. എന്തുകൊണ്ടാണ്? റിസൾട്ടന്റ് വലുതിനോട് ചേർന്ന് നിൽക്കും. അപ്പൊ എ ആണ് ഗ്രേറ്റർ എങ്കിൽ റിസൾട്ടന്റ് ഇങ്ങോട്ടേക്ക് ചാഞ്ഞു വരും. അപ്പൊ എ ഗ്രേറ്റർ ആണെങ്കിൽ ആൽഫ കുറവായിരിക്കും. അങ്ങനെയൊക്കെയുള്ള ചോയ്സ്. പിന്നെ ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു, നമ്മുടെ കേരള എൻട്രൻസിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എന്തുവെന്നറിയാമോ ക്വസ്റ്റ്യൻ? 2 vectors 12 Newton and 5 Newton are acting on a body. 2 vectors 12 and 5 are acting on. What is the resultant? അപ്പൊ നമ്മൾ ഉടനെ മനസ്സിൽ ചിന്തിക്കും, സാറ് റിസൾട്ടന്റ് അറിയണമെങ്കിൽ തീറ്റ വേണ്ടേ? നമ്മൾ തീറ്റ വേണം. തീറ്റ തന്നില്ലല്ലോ. തീറ്റ തന്നില്ല. അപ്പൊ നമുക്ക് പറയുന്ന 2 വെക്ടേഴ്സ് എയും ബിക്കും ഇടയിലുള്ള ആംഗിൾ തീറ്റ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ടന്റ് കണ്ടുപിടിക്കാം. തീറ്റ അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിലോ? അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും പറയാൻ പറ്റും. അപ്പൊ തീറ്റ തരികയാണെങ്കിൽ കറക്റ്റ് ആൻസർ കണ്ടെത്താം. തീറ്റ തരാതെ വാട്ട് ഈസ് ദ റിസൾട്ടന്റ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയുമെന്ന് അറിയാവോ? റിസൾട്ടന്റിന്റെ വാല്യൂ A+B ആകാം, A-B ആകാം, ഇതിനിടയിലുള്ള ഏത് വാല്യൂ വേണോ ആകാം. അപ്പൊ ശരിക്കും നമ്മൾ ഇവിടെ പറയേണ്ട കണ്ടീഷൻ റിസൾട്ടന്റ് A-Bയോ അതിനേക്കാൾ ഈക്വലോ കൂടുതലോ ആകാം, A+Bയോ ഈക്വലോ അതിനേക്കാൾ കുറവോ ആയിരിക്കണം. അപ്പൊ ഇവിടെ റിസൾട്ടന്റ് എത്ര വരും? റിസൾട്ടന്റിന് വരാൻ പറ്റുന്ന മാക്സിമം വാല്യൂ, മിനിമം വാല്യൂ 7, A-B, മാക്സിമം വാല്യൂ 17. Therefore റിസൾട്ടന്റ് ഈസ് ഇൻ ബിറ്റ്വീൻ 7 and 17. സിമ്പിൾ. തീറ്റ തന്നില്ലെങ്കിൽ നമ്മൾ ആൻസർ ഇങ്ങനെ പറയണം. 7നേക്കാൾ കുറയാനും പാടില്ല, 17നേക്കാൾ കൂടാനും പാടില്ല. മാക്സിമം റിസൾട്ടന്റിന്റെ വാല്യൂ A+B ആണ്. മിനിമം വാല്യൂ എന്ന് പറയുന്നത് A-B ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്കത് ലോജിക്ക് വെച്ച് നമുക്ക് ചെയ്യാൻ പഠിക്കണം. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മൾ പഠിച്ച കാര്യങ്ങൾ ആ ഒരു പോയിന്റ് പെട്ടെന്ന് ഒരു പറയുന്നു. റിസൾട്ടന്റ് ഓഫ് 2 vectors A and B is equal to root of A square plus B square plus 2AB cos theta. Difference is equal to A square plus B square minus 2AB cos theta. Theta 0 ആണെങ്കിൽ A+B, ഇവിടെ A-B. 90 ഡിഗ്രി ആണെങ്കിൽ റൂട്ട് ഓഫ് A square plus B square, ഇവിടെ A square plus B square. 180 ഡിഗ്രി ആണെങ്കിൽ റിസൾട്ടന്റ് 0, A-B, ഡിഫറൻസ് A+B. റിസൾട്ടന്റിന്റെ ഡിഫറൻസ് ഈക്വൽ ആകുന്ന 90 ഡിഗ്രിയിൽ റിസൾട്ടന്റിന്റെ മാക്സിമം വാല്യൂ A+B, മിനിമം വാല്യൂ A-B. ഡിഫറൻസിന്റെ മാക്സിമം വാല്യൂ A+B, മിനിമം വാല്യൂ A-B. 2 വെക്ടേഴ്സും ഈക്വൽ ആണെങ്കിൽ, എയും ബിയും ഈക്വൽ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ് അത്. റിസൾട്ടന്റ് ഈസ് ഈക്വൽ റൂട്ട് ഓഫ് A square plus B square plus 2AB cos theta. ഡിഫറൻസ് ഈസ് റൂട്ട് ഓഫ് A square plus B square minus 2AB cos theta. പിന്നെ റിസൾട്ടന്റിന്റെ വാല്യൂസ് ഞാൻ പറയുന്നു, ഡിഫറൻസ് പറയുന്നില്ല. തീറ്റ 0 ആണെങ്കിൽ 2A, 60 ഡിഗ്രി ആണെങ്കിൽ റൂട്ട് 3A, 90 ഡിഗ്രി ആണെങ്കിൽ റൂട്ട് 2A, 120 ഡിഗ്രി ആണെങ്കിൽ A, 180 ഡിഗ്രി ആണെങ്കിൽ 0. ഇത്രയും നിങ്ങൾ ബൈ ഹാർട്ട് ആക്കി വെച്ചേക്കണം. ഇതിനകത്ത് നമുക്ക് പിന്നീടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോസ് പ്രോഡക്റ്റ്, ഡോട്ട് പ്രോഡക്റ്റ്. അത് ഞാൻ പറയാം. നമുക്ക് റെസൊല്യൂഷൻസ് ഒക്കെ ഉണ്ട്, അത് പറയാം. അതിനു മുമ്പ് ഇതിനകത്ത് ഒരു ചെറിയ പോയിന്റ് കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. അതായത് പാരലലോഗ്രാം മെത്തേഡ്, ട്രയാങ്കിൾ മെത്തേഡ്, പോളിഗണൽ മെത്തേഡ്. പാരലലോഗ്രാം മെത്തേഡും ട്രയാങ്കിൾ മെത്തേഡ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. പോളിഗണൽ മെത്തേഡ് ഇമ്പോർട്ടന്റ് ആണ്, നന്നായിട്ട് മനസ്സിലാക്കണം. പാരലലോഗ്രാം മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്ന ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ മറ്റേടത്ത് നമ്മൾ പറഞ്ഞല്ലോ, ആൽഫ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ബി സൈൻ തീറ്റ ഡിവൈഡ് ബൈ A+B. അത് വെച്ച് നമുക്ക് ആംഗിൾ കണ്ടുപിടിക്കാം, ഡയറക്ഷൻ കണ്ടുപിടിക്കാം. അപ്പൊ 2 വെക്ടേഴ്സിന്റെ റിസൾട്ടന്റിന്റെ ആയാലും ഡിഫറൻസിന്റെ ആയാലും മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ ആ ഇക്വേഷൻ ഉപയോഗിക്കാം. റൂട്ട് ഓഫ് A square plus B square plus 2AB cos theta, അല്ലെങ്കിൽ റൂട്ട് ഓഫ് A square plus B square minus 2AB cos theta ഉപയോഗിക്കാം മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ. ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പാരലോഗ്രാം മെത്തേഡ് അല്ലെങ്കിൽ ട്രയാങ്കിൾ മെത്തേഡ് ഉപയോഗിക്കണം. എന്താ പാരലോഗ്രാം മെത്തേഡ്?
ഇങ്ങനെ രണ്ട് വെക്ടേഴ്സ് എ ആൻഡ് ബി. ഇവരുടെ എ പ്ലസ് ബി എങ്ങനെ കണ്ടുപിടിക്കും? ഹൗ വിൽ യു ഫൈൻഡ് ഔട്ട് എ പ്ലസ് ബി? ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടത്തതേ ഉള്ളൂ. എ പ്ലസ് ബി കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടത് ഫസ്റ്റ് ഡ്രോ ദ വെക്ടർ എ പ്ലസ് ബി ആയതുകൊണ്ട് ഫസ്റ്റ് എ വരയ്ക്കണം. രണ്ടാമത് ബി എ എടുത്തിട്ട് അതുപോലെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ജോയിൻ ചെയ്യണം. അപ്പോൾ ഞാൻ അതിന് ചെയ്യുകയാണ്. ഞാൻ ബി എ എടുത്ത് ഇതുപോലെ കൊണ്ടുവന്ന് ജോയിൻ ചെയ്തു. ജോയിൻ ടെയിൽ ഓഫ് ബി വിത്ത് ടെയിൽ ഓഫ് എ. എന്നിട്ട് എന്ത് ചെയ്യണം? ഒരു പാരലലോഗ്രാം വരയ്ക്കുക. ആ പാരലലോഗ്രാമിന്റെ ഡയഗണൽ വരയ്ക്കുക. ദിസ് ഡയഗണൽ റെപ്രസെന്റ്സ് എ പ്ലസ് ബി. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി എ മൈനസ് ബിയുടെ ഡയറക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ ഇത് എ പ്ലസ് ബി ആണ്. ഹൗ വിൽ യു ഫൈൻഡ് ഔട്ട് എ മൈനസ് ബി? എ മൈനസ് ബി ഈസ് ഈക്വൽ ടു എ പ്ലസ് മൈനസ് ബി. അപ്പോൾ ഞാൻ ആദ്യമേ എ വരയ്ക്കും. പഴയതുപോലെ ഈ എ അതുപോലെ വരയ്ക്കും. എന്നിട്ട് എന്ത് ചെയ്യുമെന്നറിയാമോ? ബി എ റിവേഴ്സ് ചെയ്യും. അപ്പൊ മൈനസ് ബി ആവും. അപ്പൊ ഇങ്ങോട്ടാവും ബി. ആ ബി എ ഞാൻ ഇവിടെ നിന്ന് എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചു. ഉണ്ടാ ജോയിൻ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഡ്രോ ദ വെക്ടർ എ, റിവേഴ്സ് ദ ഡയറക്ഷൻ ഓഫ് ബി, ദെൻ ജോയിൻ ടെയിൽ ഓഫ് ബി വിത്ത് ടെയിൽ ഓഫ് എ. ഇനി എന്ത് ചെയ്യണം? പാരലലോഗ്രാം വരയ്ക്കുക. അതിന്റെ ഡയഗണൽ വരയ്ക്കുക. ദിസ് ഡയഗണൽ ഈസ് ഈക്വൽ ടു എ മൈനസ് ബി. അപ്പൊ ബി മൈനസ് എ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ആദ്യമേ ബി എ വരയ്ക്കുക, എന്നിട്ട് എ റിവേഴ്സ് ചെയ്യുക. ബി മൈനസ് എ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. ദാറ്റ് ഈസ് ബി പ്ലസ് മൈനസ് എ. അപ്പൊ ബിയുടെ കൂട്ടത്തിൽ മൈനസ് എ ആഡ് ചെയ്യുക. അപ്പൊ ആദ്യമേ നമ്മൾ ബി എ വരയ്ക്കും. അത് കഴിഞ്ഞ് എയുടെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യും. ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കും. എന്നിട്ട് പാരലോഗ്രാം വരച്ച് ഡയഗണൽ വരയ്ക്കും. അപ്പൊ ഇത് എന്തിനു വേണ്ടി മാത്രം നമ്മൾ ഉപയോഗിക്കുന്നു? ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം. ട്രയാങ്കിൾ ലോ എന്താണെന്ന് അറിയാമോ? അപ്പൊ പാരലോഗ്രാം മെത്തേഡ് മനസ്സിലായല്ലോ. ഫസ്റ്റ് ഡ്രോ ദ വെക്ടർ എ, ജോയിൻ ടെയിൽ ഓഫ് ബി വിത്ത് ടെയിൽ ഓഫ് എ, കൺസ്ട്രക്ട് എ പാരലോഗ്രാം, ഡ്രോ ദ ഡയഗണൽ. എ മൈനസ് ബി കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് ഡ്രോ ദ വെക്ടർ എ, റിവേഴ്സ് ദ ഡയറക്ഷൻ ഓഫ് ബി, join tail of b with the tail of a, construct a parallelogram, draw the diagonal. ഇനി നമ്മൾ ട്രയാങ്കിൾ മെത്തേഡ്, ഇത് ഞാനങ്ങ് സ്പീഡിൽ പറഞ്ഞു പോവുകയാണ്. ട്രയാങ്കിൾ മെത്തേഡിൽ ചെയ്യുന്നത് എ പ്ലസ് ബി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? ചെയ്യുന്നത് ട്രയാങ്കിൾ മെത്തേഡ് അറിയാം. ഫസ്റ്റ് ഡ്രോ ദ വെക്ടർ എ, ജോയിൻ ടെയിൽ ഓഫ് ബി വിത്ത് ഹെഡ് ഓഫ് എ. ഇവന്റെ ടെയിൽ കൊണ്ടുവന്ന് ഹെഡിൽ വയ്ക്കുക. അതാണ് ട്രയാങ്കിൾ മെത്തേഡ്. ട്രയാങ്കിൾ മെത്തേഡ് അല്ലേ? മൂന്നാമത്തെ സൈഡ് റിവേഴ്സ് ഓർഡറിൽ വരയ്ക്കുക. എന്തോ റിവേഴ്സ് ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വരുന്നത് ഈ ആരോ ഇങ്ങോട്ട്, ഈ ആരോ ഇങ്ങോട്ട്, അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ആരോ വരിക. ഇതാണ് എ പ്ലസ് ബി. അതായത് ഈ ഭാഗം കിട്ടും. ഈ ട്രയാങ്കിൾ ഈ സൈഡ് തന്നെയായിരിക്കും ഈ സൈഡ്. അപ്പൊ ട്രയാങ്കിൾ മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് ഡ്രോ ദ വെക്ടർ എ, join tail of b with the head of a, construct a triangle by joining the third side in the reverse order. This side represents, appo a minus b aanengilo first draw the vector a, b യുടെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുമ്പോൾ മൈനസ് ബി ആവും. അതിന്റെ ടെയിൽ കൊണ്ടുവന്ന് ഇവന്റെ ഹെഡിൽ ജോയിൻ ചെയ്യുക. കണ്ടോ? ഇത് മൈനസ് ബി, ഇത് എ. എന്നിട്ട് മൂന്നാമത്തെ സൈഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ജോയിൻ ചെയ്യുക. ദിസ് ഈസ് ഈക്വൽ ടു എ മൈനസ് ബി. ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. നിങ്ങളൊക്കെ ചെറിയ ക്ലാസ്സുകൾ പഠിച്ചിട്ടുള്ളതാണ്. ഇതെല്ലാം ഞാൻ വിടുന്നു. എനിക്ക് വേണ്ടുന്ന പോളിഗണൽ ലോയാണ്. പോളിഗണൽ ലോ എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ലോയുടെ വേറൊരു പതിപ്പാണ് പോളിഗണൽ ലോ. പോളിഗണൽ ലോ എന്ന് പറയുന്ന ട്രയാങ്കിൾ ലോയുടെ വേറൊരു പതിപ്പാണ്. ഇപ്പോൾ ഇവിടെ ഒരു 3 വെക്ടേഴ്സ് നിൽക്കുകയാണ്. ഒന്നിത്, എ ബി സി. നമ്മുടെ ചോദിക്കുകയാണ് ഫൈൻഡ് ദ റിസൾട്ടന്റ് എ ബി സി കണ്ടുപിടിക്കാൻ നമ്മുടെ അടുത്ത് പറയുന്നു. എ ബി സി കണ്ടുപിടിക്കാൻ നമ്മുടെ അടുത്ത് പറയുന്നു. ഫൈൻഡ് ദ റിസൾട്ടന്റ് എ പ്ലസ് ബി പ്ലസ് സി. ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ആദ്യമേ എ എന്ന് പറയുന്ന വെക്ടറിനെ അങ്ങ് വരയ്ക്കും. അത് കഴിഞ്ഞ് ശ്രദ്ധിച്ചോളുക, ഞാൻ ബി എന്ന് പറയുന്ന വെക്ടറിനെ എടുത്ത് ഇവന്റെ ഹെഡിൽ കൊണ്ടുവന്ന് വയ്ക്കും.
ഇനി സി എന്ന് പറയുന്ന വെക്ടറിനെ എടുത്ത് അവന്റെ ഹെഡിൽ കൊണ്ടുവന്ന് വയ്ക്കും, ബിയുടെ. മനസ്സിലായോ? ഇപ്പൊ ഒരു സൈഡ് ഫ്രീ കിടക്കുന്നില്ലേ, അത് തലതിരിച്ച് അങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യും, ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക്. ഇതാണ് റിസൾട്ടന്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി. മനസ്സിലായി? എ പ്ലസ് ബി. അപ്പൊ ചോദിക്കും, സാറേ ഇതെന്തോന്നാ, ഇത് എ പ്ലസ് ബി. എയുടെ ടൈലിൽ നിന്നും ബിയുടെ ഹെഡിലേക്ക് വരച്ചാൽ അത് എ പ്ലസ് ബി. അപ്പൊ ഇത് എ പ്ലസ് ബി പ്ലസ് സി, ഇതെന്ന് പറയുന്നത് എ പ്ലസ് ബി. ഇനി ഞാൻ ഒന്നുകൂടെ പറയുന്നു, ശ്രദ്ധിച്ചോണം. ദാ ഇതൊരു വെക്ടർ എ, രണ്ടാമതൊരു വെക്ടർ ദാ ബി, ഇത് മൂന്നാമത്തെ വെക്ടറിനെ ജോയിൻ ചെയ്തപ്പോൾ സി, നാലാമത്തെ വെക്ടറിനെ ജോയിൻ ചെയ്തപ്പോൾ ഇത് ഡി ആണെങ്കിൽ ശ്രദ്ധിച്ചോളുക, ഇതെന്തായിരിക്കും? അപ്പൊ ഇവിടെ ഞാൻ എഴുതി വെക്കുന്നു, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു എ, ഇത് ബി, ഇത് സി ആൻഡ് ദിസ് ഈസ് ഡി. ഇതെന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഈസ് ഈക്വൽ ടു റിസൾട്ടന്റ് എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി, എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി. അപ്പോൾ ഒരാൾ ചോദിക്കണം, സാറേ ഇതാരാണ് ഇത്? ഞാൻ പറഞ്ഞു, ഇതെന്ന് പറയുന്നത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു? എയുടെ ടെയിലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, സിയിൽ കൊണ്ടുവന്ന് അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് ഇത് എ പ്ലസ് ബി പ്ലസ് സി ആയിരിക്കും. അപ്പോൾ അടുത്ത ആൾ ചോദിക്കുകയാണ്, അപ്പൊ സാറേ ഇതാരാണ്? ഇത് ഞാൻ പറഞ്ഞു, ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എയുടെ എൻഡിൽ നിന്നും അവസാനിക്കുന്നത് ബി, അതുകൊണ്ട് ഇത് എ പ്ലസ് ബി. അപ്പോൾ അടുത്ത ആൾക്കൊരു സംശയം, സാർ അപ്പൊ ഇതാരാണ്? ഞാൻ പറഞ്ഞു, ഇവൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എയിൽ ബിയിൽ നിന്നാണ്, എൻഡ് ചെയ്യുന്നത് സി, അതുകൊണ്ട് ഇത് ബി പ്ലസ് സി. അപ്പൊ ചോദിക്കുന്നത് ഇതാരാണ് സാർ? ഞാൻ പറഞ്ഞു, സ്റ്റാർട്ട് ചെയ്യുന്നത് സിയിൽ നിന്ന് എൻഡ് ചെയ്യുന്ന ഡി, അതുകൊണ്ട് ഇത് സി പ്ലസ് ഡി. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതാണ് പോളിഗണൽ ലോ എന്ന് പറയുന്നത്. ഇതാണ്. അപ്പൊ ഞാൻ ഇതൊന്നും പറയുന്നില്ല, തൽക്കാലം ഇത് മാത്രം പറയുന്നു. എ ബി സി ഡി ആർ ദ 4 വെക്ടേഴ്സ്. അവരെ ജോയിൻ ചെയ്യുന്നത് എങ്ങനെ ജോയിൻ ചെയ്യുന്നു? ടെയിൽ ഓഫ് ബി, ഹെഡില് ബിയുടെ ടൈൽ കൊണ്ടുവന്ന് ജോയിൻ ചെയ്തു, ഇവന്റെ ഹെഡിൽ സിയുടെ ടൈൽ കൊണ്ടുവന്ന് ജോയിൻ ചെയ്തു, ഡിയുടെ ഇവൻ ചെയ്തു. അപ്പോൾ ഒരു ഫ്രീ ആയിട്ട് ഒരു സൈഡ് വരും. ഈ ഫ്രീ ആയിട്ട് കിടക്കുന്ന ഈ സൈഡാണ് റിസൾട്ടന്റ് എന്ന് പറയുന്നത്. തിരിച്ച് ഇങ്ങോട്ടേക്ക് വരണം, ആ വരുന്ന ആരോകളുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരണം. എന്നാൽ ഇമ്പോർട്ടന്റ്, ചില ഫിഗറുകൾ നമ്മൾ വരച്ചു വരുമ്പോൾ ഇങ്ങനെ വരും. ഇങ്ങനെ വന്നാൽ അതിന്റെ അർത്ഥം നമ്മൾ വരയ്ക്കുമ്പോൾ പോളിഗണൽ ലോ വരയ്ക്കുമ്പോൾ ആ ഫിഗർ ക്ലോസ്ഡ് ഫിഗർ ആകുകയും എല്ലാ ആരോയും ഒരേ ഡയറക്ഷനിലുമാണെങ്കിൽ ഇവന്റെ റിസൾട്ടന്റ് 0 ആയിരിക്കും. എല്ലാ ആരോയും ഒരേ ഡയറക്ഷനിൽ വരണം. പക്ഷേ ചിലടത്ത് ഇങ്ങനെ വരും. ഒന്ന് എ, ഇത് ബി, ഇത് സി, ഇത് ഡി, ഇത് ഇ. ശ്രദ്ധിച്ചോണേ. അപ്പൊ നമ്മൾ ചാടിക്കയറി റിസൾട്ടന്റ് 0 എന്ന് പറഞ്ഞു കളഞ്ഞേക്കരുത്. ഇവിടെ ആരോ കിടക്കുന്നത് ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് കിടക്കുക. ഇത്രയും പേർക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ആരോ കിടക്കുക. ആരോകളെല്ലാം ഒരേ ഡയറക്ഷൻ ആയിരുന്നു എങ്കിൽ റിസൾട്ടന്റ് 0. ഇങ്ങനെ വന്നാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? റിസൾട്ടന്റ് ഈസ് ഈക്വൽ ടു 2e. ആരാണോ തലതിരിഞ്ഞ് നിൽക്കുന്നത്, അപ്പൊ ഇവൻ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ റിസൾട്ടന്റ് ഇതാണ്. ഇവൻ ഇവിടെ ഇല്ലായിരുന്നു എങ്കിൽ റിസൾട്ടന്റ് ഇ ആണ്. ആ ഇയുടെ കൂട്ടത്തിൽ ഒരുത്തൻ കൂടി വരുമ്പോൾ റിസൾട്ടന്റ് എത്രയായിട്ട് മാറും? ഹിയർ ദ റിസൾട്ടന്റ് ഈസ് ഈക്വൽ ടു 2e. എന്നാൽ ആരോ ഇങ്ങോട്ടേക്കായിരുന്നു എങ്കിൽ റിസൾട്ടന്റ് 0. അതിന്റെ അർത്ഥം എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി ഈസ് ഈക്വൽ ടു -e. എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി എന്ന് പറയുന്നത് ഈ ഇക്വലന്റ് ഓപ്പോസിറ്റും ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ഓർക്കേണ്ടുന്ന കാര്യം, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ റിസൾട്ടന്റ് ഈസ് ഈക്വൽ ടു 0. എന്നാൽ ആരോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ റിസൾട്ടന്റ് 0. ആരോ തലതിരിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ റിസൾട്ടന്റ് ഈസ് ഈക്വൽ ടു 2e. ഇവിടെ എ ബി സി ഡി ഇ. ആ ഇ തലതിരിഞ്ഞ് വന്നാൽ 2e. എ ആണ് തലതിരിഞ്ഞ് വരുന്നെങ്കിൽ 2a. സി ആണ് തലതിരിഞ്ഞ് വരുന്നെങ്കിൽ 2c റിസൾട്ടന്റ്. ഇത് പഠിച്ചു വയ്ക്കണം, വളരെ ഇമ്പോർട്ടന്റ്.
അപ്പൊ ഇത്രയും ആയപ്പോൾ നമ്മുടെ ഏകദേശം റിസൾട്ടന്റും ഡിഫറൻസും ഏകദേശം നമുക്ക് നന്നായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്കിനി അടുത്ത ഇതിനകത്തേക്ക് നമുക്ക് എന്ത് കിടക്കാം, നമുക്ക് റെസൊല്യൂഷൻ ഓഫ് എ വെക്ടറും എടുക്കാം. ഓക്കെ, ബൈ.